ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയായ നാസ അടച്ചുപൂട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അടച്ചുപൂട്ടിയിരിക്കുന്നത്? അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒക്ടോബർ 1 മുതൽ US ഗവൺമെൻറ്റുമായുള്ള ചില ഫണ്ടിങ് ഇഷ്യൂസുകളാണ് നാസ അടച്ചുപൂട്ടാൻ കാരണം. പ്രധാനമായും നാസയുടെ പുതിയ റിസർച്ചുകൾ, ഒബ്സർവേഷൻ, പബ്ലിക്കിലുള്ള ഡാറ്റ അപ്ഡേറ്റുകൾ എന്നിവയൊക്കെ നാസ നിലവിൽ നിർത്തിവച്ചിരിക്കുന്നു. എന്നാൽ ഇത് താൽക്കാലിക അടച്ചുപൂട്ടലാണെന്നും ഉടനെ തന്നെ നാസ വീണ്ടും റീഓപ്പൺ ചെയ്യുമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇതുമൂലം മറ്റൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സൗരയൂഥത്തിലൂടെ 3 അറ്റ്ലസ് എന്ന ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ നമുക്കറിയാം, സ്പേസ് രംഗത്ത് കൂടുതൽ ടെക്നോളജി ഉള്ളത് നാസയുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ സാധിക്കുന്നതും നാസയ്ക്കാണ്. എന്നാൽ നാസയുടെ ഈ അടച്ചുപൂട്ടൽ മൂലം നമുക്ക് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിനെ കുറിച്ച് പഠിക്കാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. എന്നാൽ മറ്റു സ്പേസ് ഏജൻസികളും ഒബ്സർവേറ്ററുകളും എല്ലാം മാക്സിമം ഈ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കാൻ മറക്കല്ലേ. ബൈ.